ഇത് നമ്മൾ റീ റിലീസ് ആണെന്ന് ഒരിക്കലും പറയില്ല. വിജയ് എന്നൊരു പുതിയൊരു പടം ഒരു പയ്യൻ വന്നിട്ടുണ്ട്. റിലീസാ ഫസ്റ്റ് ഡേ FDFX കാണേണ്ടത് അതേ ഫീലാണ്, അതേ ഫീല്. സൂപ്പർ പടം, സൂപ്പർ സൂപ്പർ ഫയർ. ലൈഫിൽ ഈ ദിവസം മറക്കൂല, വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. സൂപ്പർ അണ്ണൻ്റെ ഒന്നോ കാണുമായിരുന്നു എല്ലാവരും. സ്ഥിരം കുറ്റിതോ പോകണം. നിങ്ങളെല്ലാം കണ്ടതല്ലേ, പിന്നെ ഇതിന് റിവ്യൂ വയ്ക്കണത്. എനിക്ക് വേറെ വിളിപ്പേരൊക്കെ വന്നു തുടങ്ങി. ഇതിനൊക്കെ എന്ത് റിവ്യൂ പറയാൻ? എടാ മോനെ തീപ്പടം, എന്റെ പൊന്നു ബ്രോ, കണ്ട പടമല്ലേ, അടിപൊളി. എന്ത് കാണണം, അത് കാണാതെ ഇരിക്കരുത്. അടിപൊളി. അത് അയ്യോ എൻ്റെ പൊന്നെ, അത് തിയേറ്ററിനകത്തിരുന്ന് ആ ഒരു ആൾക്കാരുടെ ഇടയിലിരുന്ന് പാട്ടും ബഹളവും ഒക്കെ ആയിട്ടിരുന്ന് കാണാൻ പറ്റിയ പടം. നിങ്ങളെല്ലാം കണ്ടതല്ലേ, പിന്നെ ഇതിന് റിവ്യൂ വയ്ക്കണത്. എനിക്ക് വേറെ വിളിപ്പേരൊക്കെ വന്നു തുടങ്ങി. വിജയ് എന്നൊരു പുതിയൊരു പടം ഒരു പയ്യൻ വന്നിട്ടുണ്ട്. വൻപൊളിയാണ്. ഇനി ഭാവിയിൽ വലിയ താരവും തോന്നുന്നു. മാറാൻ ചേട്ടാ, എന്ത് പറയാ, സ്ഥിരം കുറ്റിതോ പോകണം. എന്ത് പറയണം, 50 പ്രാവശ്യം കണ്ട പടം അതിനെക്കടുത്ത് ഒന്നും കൂടി കാണുന്നു, വീണ്ടും കണ്ടോണ്ടിരിക്കും. അടിപൊളി പടം. എല്ലാ ഏരിയയിലും അണ്ണണ്ടാങ്കിൽ സൂപ്പർ അണ്ണൻ്റെ ഒന്നോ കാണുമായിരുന്നു എല്ലാവരും. അടിപൊളി പടം ബ്രോ. ശരി ബ്രോ, പടം കണ്ടോ? ഇതിനൊക്കെ എന്ത് റിവ്യൂ പറയാൻ ബ്രോ? സൂപ്പർ എക്സ്പീരിയൻസ് ആയിരുന്നു. എല്ലാ പാട്ടെല്ലാം നമുക്ക് നല്ലപോലെ ഡാൻസ് കളിക്കാനും എല്ലാം തിയേറ്റർ എക്സ്പീരിയൻസ് സൂപ്പർ ആയിരുന്നു. 4K നമുക്ക് നല്ലപോലെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. കൊള്ളായിരുന്നു ബ്രോ, കൊള്ളായിരുന്നു. നല്ലൊരു എക്സ്പീരിയൻസ് ആണ് 4Kയിൽ. ഞാൻ ഫസ്റ്റ് ടൈമാണിത്. റീ റിലീസ് വേറെ ഉണ്ടായിരുന്നു, പക്ഷേ ഞാനിത് ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. സൂപ്പർ, എല്ലാവരും കാണാം. നല്ല 4K ആണ്. നല്ല പേരുണ്ട് ഇല്ലേ, വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. കൊള്ളാം, നല്ല പടമായി. ഫസ്റ്റ് ടൈം കാണുമ്പോൾ നല്ല എക്സ്പീരിയൻസ് ആണ്. അകില്ല എല്ലാവരും ഒന്നുകൂടെ കാണാൻ പറ്റിയ ആ ഒരു വൈബ് ഉണ്ടായിരുന്നു. നൈസായിരുന്നു. സൂപ്പർ പടം. എത്ര വട്ടം വേണമെങ്കിലും നമുക്ക് കാണാം. ഓക്കെ ആണ്, ഗോപാൽ. കൊള്ളാം, അടിപൊളി പടം. സൂപ്പർ പടം, സൂപ്പർ സൂപ്പർ ഫയർ. ആ പഴയ ഒരു പുതിയൊരു വിജയപ്പടം ഇറങ്ങിയ ഒരു ഫീലുണ്ട്. 20 വർഷത്തെ രോമാഞ്ച കാര്യങ്ങളൊക്കെ ഇപ്പോഴും നിരത്തിലുണ്ട്. പൊളി. 20 വർഷം കഴിഞ്ഞാൽ ആ പടത്തിൻ്റെ പവർ വിജയണ്ണം തന്നെ. രോമാഞ്ചമാണ് ഓരോരോ സീനും, ഡാൻസ് ആയാലും എല്ലാം. റിലീസാ ഫസ്റ്റ് ഡേ FDFX കാണേണ്ടത് അതേ ഫീലാണ്, അതേ ഫീല്. തൊണ്ടയൊക്കെ പോയി കാണണം പടം. പൊളി, അതേ പറയാനുള്ളൂ. എന്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ചേട്ടൻ കണ്ടാ? ഇല്ല വീട്ടിൽ ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. ആ സമയം ഇറങ്ങുമ്പോൾ കാണാൻ പറ്റില്ല. കുറേ ഇവിടെ കണ്ടിട്ടുണ്ട്, എണ്ണീട്ടൊന്നുമില്ല. അടിപൊളി പടം, സൂപ്പർ പടം, നല്ല എക്സ്പീരിയൻസ്. അത് തന്നെ ഒരു റീ റിലീസാന്ന് പറയില്ല, ഫസ്റ്റ് ടൈം കാണുന്ന പോലെ തന്നെ നല്ല രസമുണ്ട്. അതെ, കൊള്ളായിരുന്നു ചേട്ടാ. ഞങ്ങൾക്ക് ഒരു മടുപ്പും തോന്നിയില്ല. ഇത്രയും കാലം കഴിഞ്ഞിട്ട് റിലീസ് ചെയ്യുന്നതിനായിരുന്നാലും ഞങ്ങളെ കട്ടൊക്കെ എൻ്റർടൈൻ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു പടം. അന്ന് തിയേറ്റർ മിസ്സായി. ഇന്ന് അടിപൊളി എക്സ്പീരിയൻസ്. ഒരു 50 പ്രാവശ്യം മിനി സ്ക്രീനിൽ കണ്ടു കാണും. ഫസ്റ്റ് ടൈം വലിയ സ്ക്രീനിൽ അടിപൊളി എക്സ്പീരിയൻസ് തന്നെയാണ് കേട്ടോ, വർത്താണ്. എക്സ്പീരിയൻസ് വർത്താണ്. കാര്യം ഓഡിയോ 1 നമ്മൾ എന്തായാലും കാത്തിരിക്കുമല്ലോ വിജയ് പടം. ലോകേഷ് ഏതൊരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആക്ച്വലി പുള്ളിയുടെ ബെസ്റ്റ് തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു എന്ന്. അപ്പം അത് നമുക്ക് കിട്ടിയിട്ടില്ല. ഞങ്ങളൊക്കെ ആ സമയത്ത് സ്കൂളിലായിരുന്നു. ഇപ്പം കിട്ടി. അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ലൈഫിൽ ഈ ദിവസം മറക്കൂല, വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മൾ പണ്ട് TV-ലൊക്കെ അല്ലേ കണ്ടിട്ടുള്ള. 4Kയിൽ അടിപൊളിയായിരുന്നു. DTLിങ്ങൊക്കെ പക്കയായിരുന്നു. കുറച്ചുകൂടെ സൗണ്ട് മിക്സ് ഒക്കെ ഉണ്ടായിരുന്നു. നല്ല രസമായിരുന്നു. വിജയപ്പാടം ഇതേപോലെയോ തുപ്പാക്കി, കത്തി, അതൊക്കെയാണ്. കൊള്ളായിരുന്നു. അടിപൊളി എക്സ്പീരിയൻസ്. അന്ന് മിസ്സായത് ഇപ്പോൾ കിട്ടി തിയേറ്റർ എക്സ്പീരിയൻസ്. ഈ തുപ്പാക്കി വരണമെന്നുണ്ട്. അതുപോലെ വിജയുടെ പിന്നെ മുന്നത്തെ എല്ലാ മാസപടങ്ങളും വേലായുധമൊക്കെ വരണമെന്നുണ്ട്. നല്ല എക്സ്പീരിയൻസ്. ഇല്ലേ അടിപൊളി സിനിമ ചോദിക്കുന്നില്ല. ഞാൻ പത്രിക അടിച്ചപ്പോൾ കണ്ടാണ്. ഇപ്പൊ ഇവനെ കാണിക്കാൻ പറ്റി. ഡാൻസ് ഒക്കെ കളിച്ച് അടിപൊളി ആഘോഷിച്ചു. അടിപൊളി സിനിമ ആയിരുന്നു. അടിപൊളിയായിരുന്നു കേട്ടാ. 100 വട്ടമെങ്കിലും കണ്ടുള്ള പടമാണ്. അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. PSC എഴുതുന്ന വന്നവനാണ്. ഓ ശരി, ഞാൻ ഇത് തിയേറ്ററിൽ കണ്ടിട്ടില്ല. ഇപ്പൊ അതൊരു തിയേറ്ററിൽ കണ്ടപ്പോൾ സന്തോഷം. അടിപൊളി പടം ബ്രോ. പറയാൻ വന്ന് തെറ്റിപ്പോയി. എന്തെന്ന് വെച്ചാൽ ഞാൻ ജനിച്ച സമയത്താണ് ഗില്ലി ഇറങ്ങി. ആ സമയത്തൊന്നും എനിക്ക് കാണാൻ വേണ്ടി പറ്റിയില്ല. അപ്പോൾ ഇപ്പോൾ കാണാൻ വേണ്ടി പറ്റിയത് തന്നെ എനിക്കൊരു ഭാഗ്യമായിട്ടാണ് കാണുന്നത്. പിന്നെ കൊച്ചിലോട്ടെ വിജയ് ഫാനാണ് കേട്ടോ. എന്തിനു വന്നാലും എല്ലാ ഷോയ്ക്കും ഫസ്റ്റ് ഷോയ്ക്ക് വേണ്ടി കാണാൻ വേണ്ടിയായിരുന്നു. അടിപൊളിയാണ് ചേട്ടാ. എങ്ങനെ പറയാം, അതിന് മുമ്പ് ഇറങ്ങിയല്ലേ. അപ്പം ഫുള്ള് ടിക്കറ്റ് ബുക്കാണ് ചേട്ടാ. രാവിലെ വന്നപ്പോഴും ഫുൾ സീറ്റ് ബുക്കായിരുന്നു. പിന്നെ കുറേ ഷോർട്സൊക്കെ എടുത്തു കേട്ടോ. എല്ലാം അടിപൊളിയായിരുന്നു. ഇത് നമ്മൾ റീ റിലീസ് ആണെന്ന് ഒരിക്കലും പറയില്ല. കാരണം ഇത് FDFX സാധനം ഈ തിയേറ്ററിൻ്റെ അകത്ത് എനിക്ക് തോന്നുന്നു അത് പിന്നെ പുതുക്കി പണിയാണ്. അതുല്യ സമയത്ത് കൊണ്ട് പറഞ്ഞാണ് അവിടെ കത്തിക്ക് വന്നിട്ടുണ്ടോ FDFX. ഇതേ സെയിം സാധനം കത്തിക്ക് ഞാൻ കിട്ടി. അതിനുശേഷം പിന്നെ ഇമ്മാതിരൊരു കിട്ടിയിട്ട് ഈ ഒരു തുള്ളലുണ്ടല്ലോ. ഇങ്ങനെ നമ്മൾ ഈ പാട്ടൊക്കെ എത്ര കേട്ട പാട്ടുകൾ അതിനൊക്കെ ഇവിടെ തുള്ള കയ്യും കിടക്കില്ല. മീൻസ് എക്സ്പീരിയൻസ്. ഒരുപാട് നന്ദിയുണ്ട് ഈ പടം റിലീസ് ചെയ്തതിന്. ഒരുപാട് നന്ദിയുണ്ട്. കാരണം ഞാൻ ആദ്യം ഒരു കാണുന്ന സിനിമ വിജയം എന്നിട്ട് പടമാണ്. അപ്പോൾ ഇത് എന്നിട്ട് വന്ന് തിയേറ്ററിൽ കാണാൻ പറ്റും. ഒരുപാട് സന്തോഷം. ഞാൻ 20 വർഷങ്ങൾക്ക് ശേഷം പുള്ളി
പുള്ളി പടം കൊണ്ടുവന്ന് അടിപൊളിയായിരുന്നു, ഒരേ ഹെവി ആയിരുന്നു. വേറെ എന്ത് എക്സ്പീരിയൻസ് പറയാം, ഇത് തന്നെ 20 വർഷം ശേഷം പുള്ളി വന്ന് ചുമ്മാ ഹെവി ആക്കി വിട്ടിട്ടുണ്ട്. അത്ര സന്തോഷമുണ്ട് 20 വർഷം ശേഷം ഈ പടം തിയേറ്ററിൽ കാണാൻ പറ്റുന്ന ഇതുവരെ വിചാരിച്ചിട്ടില്ല.